ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് നവാബി സമായിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. പാൻ തന്നെ എടുത്തിട്ടുള്ളത് ഒരു 500 ഗ്രാം സേമിയാണ്. ഇതിലേക്ക് 3 ടീസ്പൂൺ പൊടിച്ച പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 ടീസ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടി ഒന്ന് കമ്പൈനായി വരുമ്പോൾ അതിലേക്ക് ഒരു 4 ടീസ്പൂൺ മെൽറ്റഡ് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടി ഒരു പാന് നമ്മൾ ഹീറ്റ് ചെയ്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള സേമിയ മിക്സ് ഇട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു 2 മിനിറ്റ്സ് ആയി വരുമ്പോഴത്തേക്കും ഒരു ഗോൾഡൻ ബ്രൗൺ ആയി വരും. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഈ പുഡിംഗ് ട്രേയിലേക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വെർമിസെല്ലി ഇട്ടിട്ട് ഫസ്റ്റ് ലെയറായിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. കസ്റ്റേർഡ് മിക്സിന് വേണ്ടിയിട്ട് 3 ടീസ്പൂൺ കസ്റ്റേർഡ് പൗഡറും 1 ടീസ്പൂൺ കോൺഫ്ലോറും അതിലേക്ക് ആവശ്യത്തിനുള്ള പാലും ഒഴിച്ചിട്ട് കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി സോസ് പാൻ വെച്ചിട്ട് അതിലേക്ക് 500 ml പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 ടീസ്പൂൺ അല്ലെങ്കിൽ ആവശ്യത്തിന് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ആക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് പാലൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച കസ്റ്റേർഡ് മിക്സ് ചേർത്തിട്ട് കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കാം. കസ്റ്റേർഡ് ഒന്ന് തിക്കായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ബട്ടർ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കൊരു 1/2 കപ്പ് കണ്ടൻസ് മിൽക്കും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ ഒരു തിക്നെസ്സിലാണ് നമുക്ക് നമ്മുടെ കസ്റ്റേർഡ് മിക്സ് വേണ്ടത്. അധികം തിക്കും അല്ല എന്നാൽ അധികം തിന്നും അല്ലാത്ത ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് കസ്റ്റേർഡ് മിക്സ് പകുതി നമ്മുടെ പുഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പകുതി നമുക്ക് എടുത്തു വെക്കണം, കാരണം അത് നമുക്ക് വിപ്പിംഗ് ക്രീമിലേക്ക് ചേർക്കാനുള്ളതാണ്. ഇനി 3rd ലെയറായിട്ട് നമ്മൾ ബാക്കി വെച്ചിട്ടുള്ള സേമിയ മിക്സ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് കുറച്ച് നേരം ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ഉണ്ടാക്കാം. അതിന് വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് വിപ്പിംഗ് പൗഡറാണ്. 1 പാക്കറ്റ് വിപ്പിംഗ് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. അതിലേക്ക് 1/2 കപ്പ് നല്ല തണുത്ത പാല് ചേർത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് വിപ്പ് ചെയ്തെടുക്കാം. സ്റ്റിഫ് പീക്സായി വരുന്നവരെ നമുക്കിതൊന്ന് നന്നായിട്ട് വിസ്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ബ്ലെൻഡറാണ്. നിങ്ങൾക്ക് വിസ്ക് കൊണ്ടും നല്ല രീതിയിൽ വിപ്പ് ചെയ്തെടുക്കാം. വിപ്പിംഗ് ക്രീം നല്ല സ്റ്റിഫായി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നേരത്തെ മാറ്റി വെച്ച കസ്റ്റേർഡ് മിക്സ് ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. വിപ്പിംഗ് ക്രീം ഒരു ക്രീമി ടെക്സ്ചറായി വരുമ്പോൾ നമുക്ക് ഇന്ന് ഹാഫ് പുഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
ഹാഫ് ക്രീമിലേക്ക് നമുക്ക് കുറച്ച് കുക്കിംഗ് ക്രീം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് നമ്മുടെ പുഡിംഗ് ട്രേയിലേക്ക് ഒന്ന് നന്നായിട്ട് സെറ്റാക്കിയിട്ട് ലെവൽ ചെയ്ത് കൊടുക്കാം. നമുക്കത് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ടോപ്പിങ്സിന് വേണ്ടിയിട്ട് ഒരു 5 കാഷ്യൂനട്ടും 5 ബദാമും 5 പിസ്തയും ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം നേരത്തെ മാറ്റി വെച്ച സേമിയ മിക്സിലൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഡെക്കറേഷനായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പുഡിങ് സെറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ട് ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് വെക്കാം. 2 മണിക്കൂറിന് ശേഷം നവാബി സമായി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവരും ടേസ്റ്റി ആൻഡ് ക്രീമി ആയിട്ടുള്ള നവാബി സമായി ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യണം. അടുത്ത റെസിപ്പി ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.